ഹലോ ഗെയ്സ്, ഇതൊരു ബെഡാ ദോസ്തിൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാം ഷീറ്റ് ഇട്ട് ഗ്രില്ലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. പിന്നെ ഇതിൻ്റെ ഇതിനകത്ത് കംപ്ലീറ്റ് വർക്കും ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ബാറ്ററി ബോക്സിൻ്റെ ഭാഗത്ത് വേലി, ഡീസൽ ടാങ്കിൻ്റെ ഭാഗത്ത് വേലി, അത് നമുക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിൻ്റെ 3 ബോഡിയും ഓപ്പൺ ആക്കിയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇപ്പോൾ 2 ബോഡി സൈഡ് 2 ബോഡി ഫിക്സ്ഡ് ആയിട്ടാണ് കമ്പനി വരുന്നത്. അത് നമ്മൾ കട്ട് ചെയ്ത് അതിനകത്ത് ആംഗ്ലറും ചാനലെല്ലാം സെറ്റ് ചെയ്ത് ഇഞ്ചസ് വെച്ച് തുറക്കിയടക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ സൈഡ് 2 കട്ട് ചെയ്ത് 3 സൈഡിലും ചാനൽ, ആംഗ്ലറിന് പകരം ചാനലാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. കാരണം ഹെവി ലോഡ് കയറ്റുന്നതിനകത്ത് നല്ലോണം ബലപ്പിച്ച് ചെയ്യാൻ പറഞ്ഞ് കസ്റ്റമർ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിനെ ചാനലാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രില്ലിനായാലും ഇതിൻ്റെ സൈഡിൽ 3 സൈഡിലും ചാനലാണ് മെയിനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഹെവി ലോഡ് കയറ്റുന്നത് കൊണ്ട് അതിൻ്റെ അടിഭാഗം, അതിൻ്റെ ഫൗണ്ടേഷൻ, ചാനൽ വരുന്ന ഭാഗങ്ങൾ എല്ലാം നമ്മൾ പട്ട കൊടുത്ത് ബലപ്പിച്ചതിന് ശേഷമാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇതിൻ്റെ ബോഡിയുടെ 3 സൈഡിലും ചാനൽ വെച്ച് വെല്ല് ചെയ്തതിന് ശേഷം മാത്രമേ ബോഡി വെളിയിലിറക്കി അതിൻ്റെ അടിയിൽ വെല്ല് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ബോഡി വെൻ്റാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചാനലങ്ങ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ചാനൽ 2 ഭാഗം ബന്ധിപ്പിക്കുന്ന ചില ഫ്രണ്ട് ഭാഗത്തായിട്ട് 1-2 ചാനൽ ഇതിൻ്റെ ചാനലുമായിട്ട് ബന്ധിപ്പിച്ച് കമ്പനിക്കാരൊരു സപ്പോർട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളവിടെ ഒരു 2 ഇഞ്ച് സ്ക്വയർ ട്യൂബും വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതെല്ലാം വെൽഡ് ചെയ്തു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓരോ സ്ക്വയർ പീസ് പൈപ്പ് പീസ് നീളത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ചാനലിനും ഒക്കെ അതിൻ്റെ കുറുക്ക് നീളത്തിൽ തന്നെ പട്ടയിട്ടിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് അപ്പോക്സി അടിച്ച് അതിനുശേഷം ആണ് ഗ്രില്ലെടുത്ത് ബോഡി മുറുക്കുന്നത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനകത്ത് നമ്മളിടുന്നത് 14 ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം തകിടിട്ട് സ്പോട്ട് ചെയ്ത് വെയിറ്റ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അല്ലെങ്കിൽ സാധാരണ ഈ തകിട് ബഡ്ജ് ചെയ്യാനും എയർ കയറി ബഡ്ജ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ വെയിറ്റ് വെച്ച് ഈ ചാനലിൻ്റെ ആ ഭാഗത്തായിട്ട് വെച്ച് സ്പോട്ട് ചെയ്ത് ചാനലിൻ്റെ അരികത്ത് കൊണ്ടുവരത്തില്ല. ചാനലിൻ്റെ ആദ്യം എഡ്ജ് തുടങ്ങുന്ന ഭാഗത്തായിട്ട് നിർത്തിയാണ് തകിട് സ്പോട്ട് ചെയ്യുന്നത്. ആദ്യം ചാനൽ വെച്ച് ബോഡിക്കകത്ത് നല്ല വെള്ളി ചെയ്ത് ബലിപ്പിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം ഷീറ്റിട്ട് ചാനൽ തുടങ്ങുന്ന അതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് എഡ്ജ് തുടങ്ങുന്ന ഭാഗത്ത് ആ ഭാഗത്ത് വെച്ച് 4 സൈഡും വെച്ച് സ്പോട്ട് ചെയ്ത് അടുപ്പിച്ചടി സ്പോട്ട് ചെയ്യും. പിന്നെ അതിനുശേഷമാണ് ഫുള്ള് വെൽഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ സൈഡ് ബോഡിക്കകത്തൊക്കെ 1.5 വരുന്ന ആംഗ്ലയറാണ് കൊടുക്കുന്നത്. ഇനി ഔട്ടർ 1.5 വരുന്ന ആംഗ്ലയർ ഇതേണക്ക് പുറത്ത് വെച്ച് ചാനലിനോട് ചേർത്ത് സ്പോട്ട് ചെയ്തിട്ട് അതിൻ്റെ അളവിന് ബോഡി കട്ട് ചെയ്ത് അതിനകത്ത് ഇറക്കി ഇടും. അങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ബോഡിയുടെ അകവും പുറവും ആംഗ്ലയർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക് ബോഡി വരുന്നതെന്ന് പറഞ്ഞാൽ കമ്പനി പോയി സൈഡ് ബോഡിയുടെ 2 സൈഡും അതിൻ്റെ ഉള്ളിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് കമ്പനി ബോഡി വരുന്നത്. അത് നമ്മളിപ്പോൾ വലുതാക്കിയിരിക്കുന്നതാണ്. അതായത് കമ്പനി ബോഡി വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, അകത്താണ് വരുന്നത്. അത് നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡ് ലെവൽ ചെയ്ത് ആണ് ഇപ്പോൾ ഈ ബോഡി വലുതാക്കി ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 3 സൈഡ് നമ്മൾ ആംഗ്ലയർ പൊന്നിട്ടുണ്ട്. ഒരു ശകലം പോലും ഗ്യാപ്പ് വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇഞ്ചസ് വയ്ക്കുന്ന വീഡിയോകളും ബാക്കി ഗ്രില്ലിൻ്റെ വീഡിയോയെല്ലാം അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തും. അടുത്ത വീഡിയോയിൽ എന്തായാലും ഞാൻ ഇതിൻ്റെ ഇഞ്ചസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കുന്നത്.
ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ വേലിയും ബാറ്ററി ബോക്സിൻ്റെ ഭാഗത്ത് വേലികളെല്ലാം വരുന്നത് നമുക്ക് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക എന്നുള്ള രീതിയിലാണ് വിജാവരി വെച്ച് സെറ്റ് ചെയ്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഈ ഡോർ ഇഞ്ച് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്